നിലനിർത്തണം. ഞാൻ കൃത്യമായിട്ട് റേപ്പ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്കറിയാം, കേൾക്കണക്കാർക്കും അറിയുന്നതാണ്. ഞാനതിന് മനസ്സിലാക്കണം. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറയാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അത് കേസ് ആവുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ സ്നേഹത്തിൽ, അതായത് കുറേ ആൾക്കാർ പേടിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് പല സ്ഥലത്തേക്കും, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ വന്ന് താമസിക്കുക കുറച്ച് കാലം, ഇവിടെ വന്ന് താമസിക്കുക കുറച്ച് കാലം എന്നൊക്കെ സ്നേഹത്തിൽ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വേറെ സ്ഥലത്ത് താമസിക്കേണ്ട കാര്യമില്ല. ഞാൻ കേരളത്തിലാണ് ജനിച്ചത്, ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം എൻ്റെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ട് പോവാൻ, അപ്പോൾ അത്രയുള്ള ഇവിടുത്തെ ആൾക്കാർക്ക്, ജനിച്ച ആൾക്കാർക്കൊക്കെ ആ ഒരു സെക്യൂരിറ്റി ഉള്ളൂ. എനിക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. എനിക്ക് ടൂറൊക്കെ പല സ്ഥലത്തേക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ജീവിക്കാൻ കേരളത്തിൽ തന്നെയാണ് ആഗ്രഹം. ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. അപ്പോൾ എനിക്കുണ്ടാവേണ്ട പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഇവിടുത്തെ സിസ്റ്റം അത് സോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ജീവനെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ സ്നേഹത്തിലാണ് എന്നോട് അത് എനിക്കൊന്നും പറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പല സ്ഥലത്തേക്കും വന്ന് താമസിക്കാൻ വന്ന് പറയണേ, എനിക്കറിയാം. പക്ഷെ എനിക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. അതിപ്പോൾ ജീവിക്കാനാണെങ്കിലും ഇനിയിപ്പോൾ ആരെങ്കിലും ത്രെട്ടൻ ചെയ്താലും ഞാനിവിടെ നിന്ന് മാറാൻ പോണില്ല. ഓക്കെ. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ, കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയണ്ടായിരുന്നു, ഈ ലണ്ടനത്തെ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊക്കെ അറിയില്ല, അവരെ പറ്റിയിട്ട് അവർ ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ ആ പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടാനാണ്? ആ പെണ്ണിനെ കണ്ടാൽ നമ്മുടെ വീട്ടിൽ നിൽക്കണ പണിക്കാരി പോലെയുണ്ട്. ഓഹോ, നിങ്ങൾ അവരുടെ കാശും മേടിക്കും, എന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും ചെയ്യും. അപ്പോൾ അവനെ ഇത്ര കാലം പ്രതീക്ഷയായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നു, ഞാൻ ഓൾറെഡി പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടൻ ആയിട്ടുള്ള ഈ പെണ്ണായിട്ടുള്ള ഒരു റിലേഷനാണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അതായത് കുറേ പെണ്ണുങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി നേരെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണ് ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയണേന്ന്. ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടനിലത്തെ ഈ പെണ്ണായിട്ടുള്ള റിലേഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ കാര്യങ്ങളും പ്രൂഫുണ്ട്. ഇതൊക്കെ കോടതി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാതും കാണിച്ചു തരാൻ തയ്യാറാണ്. ഇനി ഇതൊക്കെ ഓക്കെ തെളിവെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇത് പല പെൻഡ്രൈവുകളിലും പല ഇതായിട്ടും പല ആൾക്കാർക്കും ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈവൻ ഞാനിത് ഇന്ന ആൾക്കാർ കൊന്ന അടക്കം ഇതൊക്കെ പുറത്തു വരേണ്ട സമയത്ത്. പിന്നെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ഈ വീഡിയോ റെക്കോർഡിങ്സും എല്ലാതും തെളിവാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവണതൊക്കെ ഒരു വാലിഡ് എവിഡൻസ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആക്ച്വലി ഒരാൾ റേപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ, റേപ്പ് എന്ന് ആവശ്യമില്ലാണ്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും. ഈ കസ്തൂരി തന്നെ പറയുന്നുണ്ട്, ഫോൾസ് അലിഗേഷൻ ഓഫ് റേപ്പ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതന്നെ, അങ്ങനെ ചെയ്യേണ്ടതല്ല. ഞാൻ ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ അത് അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓപ്പോസിറ്റ് ആളിനെ അറസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും നടക്കണ്ട. അല്ലാണ്ട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കണു, കുറേ യൂട്യൂബുകാർ അതിന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണു, പക്ഷെ ആരും ഒന്നും മിണ്ടണില്ല. ഇത് മീഡിയ അല്ലേ, ഇത് വീഡിയോ റെക്കോർഡിംഗ് അല്ലേ, ഇതിനൊന്നൊരു വിലയില്ലേ? പിന്നെ ഞാൻ 2-3 വീഡിയോ റിയാക്ട് ചെയ്ത് ഇന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ റിയാക്ട് ചെയ്യുക, ഇന്നെ സപ്പോർട്ട് ചെയ്യുക, ന്യായത്തിന് സപ്പോർട്ട് ചെയ്യുക, എന്താണോ ആ സപ്പോർട്ട് ചെയ്ത് തരുന്ന വീഡിയോകളുടെ ഇടയിൽ
കുറേയല്ല 1-2 ഭീഷണികളുടെ കമൻറ്റ് കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അതുപോലെ തന്നെ മൂപ്പൻ്റെ വീഡിയോയിലും മൂപ്പൻ പറയണത് കേട്ടു, എനിക്ക് എനിക്കും ഇതുപോലെ ഭീഷണികളുടെ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കാലം എനിക്ക് എൻ്റെ വീഡിയോ ചാനൽ പൂട്ടിക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ട്. എത്ര കാലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കിടാൻ പറ്റുന്ന വരെ ഞാൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ്ലി ഇത് കണ്ടിട്ടൊക്കെ ഭയങ്കര വിഷമമാവുന്നുണ്ട്. ആക്ച്വലി അവരെടുക്കണ റിസ്കിനെയും കണ്ടും ആക്ച്വലി ഞാൻ ഓൾറെഡി മൊത്തത്തിൽ ഇതിൽ പെട്ട് കിടക്കുന്ന ആളാണ്. അപ്പം ഞാനും അവരും തമ്മിൽ ഭയങ്കര അവർക്കിതിൽ ഒരിക്കലും ഇടപെടേണ്ട കാര്യമില്ല. എന്നിട്ടും അവരിതൊക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. ഞാനൊരിക്കലും നിങ്ങളുടെ ജീവൻ ഇങ്ങനെ റിസ്കിലാക്കിയിട്ട് ഇങ്ങനെ ഒരിക്കലും വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ഇതുവരെ ചെയ്യണതന്നെ ഭയങ്കര നല്ല കാര്യം, താങ്ക് യു. പിന്നെ ഒരാളുടെ വീട്ടിൽ തോക്കായിട്ട് പോയിട്ട് ഓക്കെ ഞാൻ സാക്ഷിയാവാനും പ്രതിയാവാനും തയ്യാറാന്ന് പറഞ്ഞിട്ടടക്കം ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിൽ എൻ്റെ ജീവൻ ഓൾറെഡി റിസ്കിലാണ്. അങ്ങനെ ഓക്കെ ഒരാളുടെ ജീവൻ റിസ്കിലാണ്, റിവെഞ്ച് എടുക്കും എന്ന് നിങ്ങൾ മുമ്പത്തെ ഇവരുടെ ഹിസ്റ്ററി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഭടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെന്നെ ഒരു മോശപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആൾക്കാർക്കും ഒന്നും വിലയില്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെയും ജീവനും അതേ വില തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് കാശും പ്രശസ്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയും അതുപോലെ തന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവന വിലയുള്ളൂ എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കണേ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങളെ കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെ. പക്ഷെ താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല പോലെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പ് ചെയ്യണ ആൾക്കാരോട് താങ്ക് യു. അതുപോലെ തന്നെ കമൻറ്റുകളിലായാലും അതുപോലെ തന്നെ മെസ്സേജുകളിലായാലും സപ്പോർട്ട് അറിയിക്കുന്ന ആൾക്കാരോട് താങ്ക് യു. ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമാ നടൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത്. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ സാലറി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ന്യൂസും ചർച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ 2 ഇൻ്റർവ്യൂവിൽ ഞാനും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഏത് സിനിമയാന്ന് പറയുന്നില്ല. അത് കാരണം അവരിഞ്ഞ് കോംപ്രമൈസ് ആക്കിയോന്നും എനിക്കറിയില്ല. ഈ ഷൂട്ടിംഗ് ഫസ്റ്റ് ഈ ഷൂട്ടിങ്ങിൻ്റെ കോള് വരുന്ന സമയത്ത് പുള്ളിക്ക് ടൈഫോയിഡിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു പടമുണ്ട്, അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളി പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഫോൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫോൺ എടുക്കുക എന്തെങ്കിലും സിനിമയുടെ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറയാണ്. അപ്പോൾ അങ്ങനെ ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ പനിയാന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ടൈഫോയിഡായിട്ടൊരു 10-20 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൻ്റെ കഥ കേൾക്കലും അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മളുണ്ട്. അത് കഴിഞ്ഞ് വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവർ എന്താണ് ഉള്ളിൽ എന്താ സംസാരിച്ച, ഇവരെന്താണ് ഇവരുടെ സാലറിനെ പറ്റിയിട്ട് എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ദിവസത്തിൻ്റെ സാലറി 1 ലക്ഷമാണ്. അപ്പോൾ 10-23 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. 30 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് അന്ന് ആദ്യം പറഞ്ഞതനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അറിയില്ല, പുള്ളി പറഞ്ഞത് എനിക്കറിയുള്ളൂ. ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കണേന്ന് എനിക്കറിയില്ല. അപ്പോൾ 30 ദിവസത്തിന് 1 ലക്ഷം വെച്ചിട്ട് എൻ്റെ സാലറി നീ കണ്ടതല്ലേ. എനിക്ക് തമിഴ് ഫിലിമിന് ഒരു ദിവസത്തിന് 2 ലക്ഷം വെച്ചിട്ടാണ് സാലറി. മലയാളം ഫിലിമിന് ഒരു ദിവസത്തിന് 1 ലക്ഷം. ഞാൻ ഫസ്റ്റായിട്ട് ആണ് ഷൂട്ടിംഗ് പോണത്, ഷൂട്ടിംഗ് ലൊക്കേഷനെ പോണത്. ഇതിൻ്റെ സാലറിനെ പറ്റിയിട്ട് അറിയണമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. സോ ഞാൻ ഓക്കെ അങ്ങനെയാണ്, ഓക്കെ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ പുള്ളിക്ക് ഹെൽത്ത് കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭാര്യയല്ലല്ലോ, അപ്പോൾ നമ്മളതിനെ ജസ്റ്റ് ഹോം നേഴ്സായിട്ട് കൊണ്ടുപോയതാണെന്ന് ഞാൻ മനസ്സിലാക്കണം.
പുള്ളിക്ക് അത് ഇതൊക്കെ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഇടയിൽ തീരെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ